ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പല ആൾക്കാരും പല രീതിയിലും പല പേരെയും ദ്രോഹിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. കാരണം ഇത് നമ്മൾ സാധാരണക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്നാണ് എല്ലാവരും വിചാരം. അങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട്. ഒരുപാട് സാധാരണക്കാർ കഷ്ടിച്ച് ഒരു വീട് വയ്ക്കാൻ നോക്കുമ്പോൾ പല ആൾക്കാരും അവരെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറ്റിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഇതിന് വലിയൊരു മെസ്സേജാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ ഇത് മനസ്സിലാകും. ഇതിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ ബാത്റൂമിന് പ്ലംബിംഗ് വർക്ക് പണിക്കാർ വന്ന് പ്ലംബിങ്ങിൻ്റെ പൈപ്പൊക്കെ ഇട്ടതാണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓണർ, അതായത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടമാണ് ക്ലോസറ്റ് എവിടെ വെക്കണം, എങ്ങനെ വെക്കണം, ഏത് സൈഡിൽ വരണം എന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത അളവിനല്ല പ്ലംബർമാർ ക്ലോസറ്റ് വെച്ചിരിക്കുന്നത്. പ്ലംബർമാർക്ക് ഒരു അളവ് കാണും, അത് ശരിയാണ്. പക്ഷേ ക്ലയൻറ്റ് പറയുന്ന രീതിയിൽ ചെയ്യാമല്ലോ. ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പം തിരുവനന്തപുരത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഈ പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ പൈപ്പൊക്കെ ഇട്ടതിന് ശേഷം പ്ലംബർമാരാണ് ഇതിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഞങ്ങൾ അവിടെ പണിക്കാർ ചെയ്യുന്നതും അങ്ങനെയാണ്. കാരണം പൈപ്പൊക്കെ കറക്റ്റ് ലെവലിന് വെച്ച് കറക്റ്റായി വെച്ചിട്ട് അവർ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ആ മണ്ണ് കംപ്ലീറ്റ് അവർ തന്നെയാണ് എടുത്ത് മാറ്റുന്നത്. പക്ഷേ ഇവിടെ പ്ലംബർമാർ ചെയ്തിരിക്കുന്നത് തറ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. തറ കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ പൈപ്പൊക്കെ ഇട്ടിട്ട് ആ മണ്ണ് ഇവിടെ നിന്ന് വെട്ടിയ കംപ്ലീറ്റ് വേസ്റ്റും റൂമിനകത്ത് ഇട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ അവരുടെ അടുത്ത് ചോദിച്ചു തറ കോൺക്രീറ്റ് ചെയ്യുന്നില്ല എന്ന് കേട്ടപ്പം അവർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾ ചെയ്യത്തില്ല, ഞങ്ങൾ ഒരിടത്തും തറ കോൺക്രീറ്റ് ചെയ്യില്ല. തറ കോൺക്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് മേസ്തിരിമാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കേൾക്കുന്നത്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. കാരണം ഇത് സൈറ്റ് കിളിമാനൂരാണ്. അപ്പോൾ കിളിമാനൂരൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്ത് പ്ലംബർമാർ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെയാണ് കറക്റ്റ് ലെവലിന് പൈപ്പെല്ലാം വെച്ച് കറക്റ്റായിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് അവർ കോൺക്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങളിവിടെ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നപ്പോഴാണ് ഞാൻ ഇത് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസ് വയ്ക്കാൻ വേണ്ടി ഒരു പൈപ്പ് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വാഷ് ബേസ് വേണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു സംഭവം. കാരണം സാധാരണ എല്ലാ പ്ലംബർമാരും ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കറക്റ്റ് ലെവൽ പൈപ്പ് വെച്ച് കറക്റ്റ് ലെവലിന് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് പൈപ്പ് കറക്റ്റാണോ എന്നെല്ലാം ലെവൽ വാട്ടർ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരല്ലാതെ കയ്യിൽ ഇത്തിരി കാശും കാര്യങ്ങളും ഇത്തിരി കൂടിയ ഒരാളാ വീട്ടിലാണ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പോയതെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും. അപ്പോൾ സാധാരണക്കാരായ ഒന്നും ഈ ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒരു വീട് വയ്ക്കും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് അവർ വിചാരിക്കാം മേശിരിമാരായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവരങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ് എല്ലാവർക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം സാധാരണക്കാർ കഷ്ടപ്പെട്ടായിരിക്കും കുറച്ച് പൈസ ഒപ്പിച്ചൊരു വീട് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് പ്ലംബർമാരെ വർക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കോൺക്രീറ്റ്. അല്ലാതെ ഇത് അവർ പൈപ്പ് ഇട്ടിട്ട് അടുത്ത ഈ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ അടുത്ത പണിക്കാരല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ പൈപ്പൊക്കെ ഇട്ടിരിക്കുന്നത് കറക്റ്റ് 11 ഇഞ്ചാണ് പൈപ്പ് ക്ലോസറ്റിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം കേട്ടോ, എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന്. ഇനി ശ്രദ്ധിക്കേണ്ടത്, കോൺക്രീറ്റ് ചെയ്യാൻ മാക്സിമം പ്ലംബർമാർ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്, അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം.